എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന്, അതായത് നമ്മളുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ തൊട്ട് പിറകിലൊരു പോലീസ് വണ്ടി കാണാം, ചാലക്കുടി പോലീസിൻ്റേതാണത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏകദേശം ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെ പോലീസ് പെട്രോളിംഗ് നടത്തായിരുന്നു. ഈ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യാദൃശ്യമായിട്ട് ഇവിടെ ഒരാൾ നിന്ന് പരിങ്ങുന്നത് കാണുന്നത്. പോലീസിന് സംശയം തോന്നിയത് സ്വാഭാവികമായിട്ടും ബാറിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി വന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ആളിൽ നടത്തിയ പരിശോധനയുടെ ഫലമായിട്ട് MDMA കണ്ടെത്താൻ സാധിച്ചു. ഇദ്ദേഹത്തിൻ്റെ പേര് ഡെയ്സൺ തോമസ്, പുത്തഞ്ചിറക്കാരൻ വീട്, നെന്മണിക്കര വില്ലേജ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. ഇദ്ദേഹത്തിൻ്റെ ശരിക്കും വീട് ഒളരിയിലാണ്, പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് നെന്മണിക്കര, ഈ പറയുന്ന പുലിക്കാട്ടുകര, അവിടെ പുത്തഞ്ചിറക്കാരൻ വീട്ടിൽ ഡെയ്സൺ തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പ്രതിയുടെ പേര്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തവണ നമ്മുടെ പിടിയിലകപ്പെട്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നർത്തകനാണ്. ബാംഗ്ലൂരിലെ അറിയപ്പെടുന്ന നർത്തകൻ, ഡാൻസർ, മാരക മയക്കുമരുന്നുമായിട്ടാണ് ഒളരി സ്വദേശിയായിട്ടുള്ള യുവാവായിട്ടുള്ള നർത്തകൻ പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ആദ്യം പറയാനുള്ളത്. തൃശ്ശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി KSRTC സ്റ്റാൻഡിന് സമീപം നടത്തിയ പരിശോധനയിൽ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് 16 ഗ്രാം MDMAയുമായി ഒളരി സ്വദേശിയും നിലവിൽ ആമ്പല്ലൂർ പുലിക്കാട്ടുകരയിൽ താമസക്കാരനുമായ പുത്തഞ്ചിറക്കാരൻ വീട്ടിൽ ഡെയ്സൺ തോമസ് 35 വയസ്സെന്നയാൾ പിടിയിലായത്. ഇദ്ദേഹം അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ പോലീസിനൊരു പന്തികേട് തോന്നി. പക്ഷേ സ്വാഭാവികമായിട്ട് അടുത്തൊരു ബാർ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ബാറിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തി അവിടെ പരിങ്ങി നിൽക്കുന്നതായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഇദ്ദേഹത്തിൽ നിന്നും ഈ MDMA പിടിച്ചെടുക്കുന്നത്. തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ IPSൻ്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP സുമേഷ് K, തൃശ്ശൂർ റൂറൽ നാർക്കോട്ടിക് സെൽ DYSP ഉല്ലാസ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും ചേർന്നാണ് പരിശോധന നടത്തി ലഹരി മരുന്നും പ്രതിയെയും പിടികൂടിയത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രൊഫഷണൽ ഡാൻസറായി ജോലി ചെയ്തു വരികയായിരുന്നു അറസ്റ്റിലായ ഡെയ്സൺ. പിടിയിലായ ഡെയ്സന് തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബാർ ജീവനക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസും, വീടിന് മുന്നിലൂടെ സൈക്കിളിൽ യാത്ര ചെയ്തിരുന്നയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ച കേസും, പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൂട്ടായ്മ കവർച്ചയ്ക്ക് ഒരുങ്ങവേ പിടിയിലായ കേസും നിലവിലുണ്ട്. നിസാരക്കാരനല്ല, ഒരു പാരമ്പര്യമുണ്ട്. പ്രതിയെ പിടികൂടുവാനും മയക്കുമരുന്ന് കണ്ടെത്തുവാനും ചാലക്കുടി ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ്, സബ് ഇൻസ്പെക്ടർമാരായ ജോഫി ജോസ്, ജില്ലാ ലഹരി വിരുദ്ധ സേനാംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, വിശ്വനാഥൻ KK, സിൽജോ VU, റെജി AU, ബിനു MJ, ഷിജോ തോമസ്, സുരേഷ് കുമാർ CR, ടെസി KD, പ്രദീപ് PD, ബിനു പ്രസാദ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ ചാലക്കുടി പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെയുള്ള മയക്കുമരുന്ന് ലഹരി വിൽപ്പന ആളുകൾ പല ഭാഗങ്ങളായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. പോലീസിൻ്റെ വളരെ സത്വരപരമായ ഇടപെടലിലാണ് ഇത്തരക്കാരെ പിടികൂടുന്നത്. ഇപ്രാവശ്യവും ചാലക്കുടി പോലീസ് നടത്തിയ പെട്രോളിങ്ങിൻ്റെ ഇടയിലാണ് ഈ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ പുതുതലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടി, ഇത്തരത്തിലുള്ള സ്കൂൾ കുട്ടികളൊക്കെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള MDMA ഉൾപ്പെടെയുള്ള മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ അത് പല രീതിയിലാക്കി പാക്ക് ചെയ്ത് കൊടുക്കുന്ന ചെറുകിട സപ്ലൈ നടത്തുന്ന ആളുകൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാർ തന്നെ ഇവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കാൻ, ഇവർക്ക് വേണ്ട ഇൻഫർമേഷൻ പോലീസിന് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയാനുള്ളത്. ചാലക്കുടി പോലീസിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. കാരണം ഇത്തരത്തിലുള്ള സപ്ലൈ നടത്തുന്ന ആളുകൾ ഇനിയും നമ്മുടെ പട്ടണത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്നുണ്ട്. ഇവരാണ് വലിയ ശൃംഖലകളിൽ നിന്നും ഈ ലഹരി പദാർത്ഥങ്ങൾ, MDMA ഉൾപ്പെടെയുള്ള ഈ ലഹരികൾ ചെറിയ ചെറിയ പാക്കുകളിലാക്കി ഈദ് വിതരണക്കാരായിട്ടുള്ള നമ്മുടെ പാവം യുവതലമുറയ്ക്കും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കും കൊടുക്കുന്നത്. ഇതിനെ തടയിടാനായിട്ടുള്ള കരുതലായിട്ടുള്ള ഇടപെടലിലേക്ക് നാട്ടുകാർ നീങ്ങണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.